മിഡ് മോർണിംഗ് മാംഗോ വിത്ത് നീന. ഉണ്ട് ഞാനിവിടെയുണ്ട്. നമ്മുടെ കൂടെ ഉണ്ട് ഒരു റോൾ മോഡൽ. ഈ സമയത്ത് മൊത്തം മീഡിയയിൽ നമ്മൾ കണ്ടുണരുന്നത് തന്നെ ന്യൂ ജനറേഷന്റെ പ്രോബ്ലത്തെ പറ്റി, അവർ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസിനെ പറ്റി, അവരെങ്ങനെ നിലയ്ക്ക് നിർത്താം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ. എന്നാ എനിക്കുണ്ട് ചിലതൊക്കെ കേൾപ്പിക്കാൻ. കേട്ടോളൂ. ഹായ്, ഞാൻ ഡോക്ടർ അനസ്, കോഴിക്കോട് ഓക്സ്ഫോർഡ് സ്കൂളിന്റെ പ്രിൻസിപ്പലാണ്. ഈ ഒരു കാലഘട്ടത്തിൽ പല സ്കൂളുകളും മാതൃകയാക്കേണ്ട ഒരു മോഡലാണ് താങ്കളുടെ സ്കൂളിന്റെ മോഡൽ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഞങ്ങൾ ആക്ച്വലി വളരെ വ്യത്യസ്തമായിട്ട് ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ് കാര്യങ്ങൾ മുഴുവൻ പോകുന്നത്. കുട്ടികൾ വെറുതെ പഠിച്ചു പോകുന്നതിനപ്പുറം ആ പഠിക്കുന്നതിൽ എന്തൊക്കെ കോമ്പിറ്റൻസി എന്നുള്ളതും സ്കിൽ ഓറിയന്റഡ് ആക്കണം. അപ്പൊ ആ സ്കില്ലിന് അവരെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ചാപ്റ്റർ അല്ലെങ്കിൽ ഓരോ ക്ലാസ്സിലുള്ള സബ്ജക്ട് പഠിപ്പിക്കുമ്പോഴും എത്രത്തോളം സ്കിൽ അതിൽ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പഠനകാര്യത്തിൽ മാത്രമല്ല, ഇപ്പൊ ഒരു ജോലിക്കൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ കൂടി മെറിറ്റ് അല്ല, എത്രമാത്രം ഓൾറൗണ്ടേഴ്സ് ആണെന്നാണ് നോക്കുന്നത്. അതെ, സത്യം. ബോർഡ് എക്സാം ആണെങ്കിലും SSLC ആണെങ്കിലും ശരി, CBSE ആണെങ്കിലും ശരി, ഭയങ്കര റിസൾട്ടാണ് വരുന്നത്. പക്ഷെ അവരുടെ സ്കില്ല് എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ കഴിയുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്യാൻ പലപ്പോഴും പ്രാപ്തരല്ല കുട്ടികൾ എന്നുള്ളതാണ് സത്യം. സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പഠനം നടക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പരീക്ഷയ്ക്ക് എന്താ വരുന്നത് തലേ ദിവസം കൊടുക്കുന്ന ആളുകളാണല്ലോ നമ്മുടെ നാട്ടിലുള്ള. ഒരു 10ാം ക്ലാസ് എത്തുന്ന കുട്ടി എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാം, അത് കഴിഞ്ഞ് നീറ്റ് അല്ലെങ്കിൽ എന്താ പറയാ കോച്ചിങ് സെന്ററിൽ എങ്ങനെ തള്ളിക്കയറാം മാത്രമാണ് നോക്കുന്നത്. മോശമായിട്ട് പറയല്ല, സ്കില്ലിനെ നമ്മൾ കോമ്പിറ്റൻസിയെ നോക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. താങ്കളുടെ ഓക്സ്ഫോർഡ് സ്കൂൾ ഫോളോ ചെയ്യുന്ന CBSE സിലബസ് അല്ലേ? അതെ. ഇപ്പൊ CBSE തന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള കുറെ ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. സ്കിൽ എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് തന്നെ CBSE കർശനമായിട്ട് പറയുന്നുണ്ട്. ഓരോ ക്ലാസ്സിലും അതിനുള്ള മൊഡ്യൂൾ വരെ CBSE പറയുന്നുണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ ആക്ച്വലി കുട്ടികൾ ആഴ്ചയിൽ ഒരു ദിവസം ഡിവൈസ് കൊണ്ടുവരുന്നുണ്ട്. മൊബൈൽ സമ്മതിക്കില്ല, പക്ഷെ ടാബോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ അവർ കൊണ്ടുവരും. നമ്മൾ പീരീഡ് കൊടുത്തിട്ടുണ്ട്. അത് കൊണ്ടുവന്നിട്ട് അവർ റിസർച്ച് ചെയ്യണം ഇവിടെ ഇരുന്നിട്ട്. ടീച്ചേഴ്സ് അവരെ ഹെൽപ്പ് ചെയ്യും. അതായത് ഒരു സോഷ്യൽ ഈവിളായിട്ട് കാണുന്ന ഒരു ഗാഡ്ജറ്റിന്റെ റൈറ്റ് യൂസേജ് കുട്ടികളെ ചെറുപ്പത്തിലേ പഠിപ്പിക്കുകയാണ്. സത്യം. കാരണം കോവിഡിന് ശേഷം കുട്ടികൾ അതിൽ തന്നെയാണല്ലോ. നമ്മൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് തടയാൻ കഴിയില്ല. അതിന് പകരം അവരെ എങ്ങനെ ഗൈഡ് ചെയ്യും എന്നുള്ളതാണ് ഞങ്ങൾ നോക്കുന്നത്. ശരിക്കും ഞാനത് ചോദിക്കാൻ വരായിരുന്നു, ഈ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ വിപത്തിന് എങ്ങനെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത്. യെസ്, അത് നമ്മളിപ്പം പാരന്റ്സിനോട് പറഞ്ഞപ്പോൾ ആദ്യം ആശങ്ക ഉണ്ടായിരുന്നു, എങ്ങനെ ഈ ഗാഡ്ജറ്റ്സ് സ്കൂളിലേക്ക് കൊടുത്തുവിടും. ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ സ്ഥിരമായിട്ട് കുട്ടികൾ, അതിനെ തടയാൻ നമുക്ക് കഴിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ അത് സ്കൂളിലേക്ക് കൊടുത്തു വിട്ടോളൂ, ഇവിടെ ഞങ്ങൾ ഗൈഡ് ചെയ്തോളാന്ന് പറഞ്ഞു. കാരണം മിസ്യൂസ് ആണ് കാര്യമായിട്ട് നടക്കുന്നത്. എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതാണല്ലോ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ കൊട കയ്യിൽ കൊടുത്തിട്ട് മോനെ ഇത് നനയും ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിന് പകരം അതെങ്ങനെ ഉപയോഗിക്കാം എന്നാണല്ലോ പറയേണ്ടത്. മാത്രമല്ല ഈ ഗാഡ്ജറ്റ്സ് കാരണം വായന മരിക്കുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ അതിനൊന്ന് റീഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. സത്യമായിട്ടും നമ്മുടെ ലൈബ്രറിയിൽ ഞങ്ങൾക്ക് 20ഓളം കമ്പ്യൂട്ടർ സിസ്റ്റം വെച്ചിട്ടുണ്ട്. അവര് രാവിലെ വന്നിട്ട് അത് വായിക്കുന്നുണ്ട്. PDF ആയിട്ടും ഡിജിറ്റൽ റിസോഴ്സസ് ആയിട്ടും ഓൺലൈൻ ലൈബ്രറി ആയിട്ടും വായിക്കുന്നുണ്ട്. ടീച്ചേഴ്സിന് ചാലഞ്ചിങ് ആട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. കാരണം ടീച്ചേഴ്സ് കുട്ടികൾ ഇത് മിസ്യൂസ് ചെയ്യുന്നൊക്കെ ആദ്യം എന്നോട് ഭയങ്കരമായിട്ട് പറഞ്ഞു. അതിനൊരു പരിധിയില്ലേ മിസ്യൂസ് ചെയ്യുക എന്നുള്ളത്. സ്കൂളിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ എങ്ങനെ അവരെ ഗൈഡ് ചെയ്യുന്നു, എങ്ങനെ ഇൻസ്ട്രക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. അപ്പൊ ഓരോ ചാപ്റ്ററിലും അവർക്ക് റിസർച്ച് ചെയ്യാൻ പറ്റിയ സാധനങ്ങളുണ്ട്. അത് ടീച്ചേഴ്സ് കാണിച്ചു കൊടുക്കുമ്പോൾ സത്യത്തിൽ അവരതിന്റെ സാധ്യതകൾ കണ്ടെത്തുകയാണ്. പിന്നെ അവർ മിസ്യൂസ് ചെയ്യാൻ നിൽക്കില്ല. ക്ലാസ്സിൽ ഇരുന്നിട്ട് അവർ ഗ്രൂപ്പായിട്ട് ഇതിനെ എക്സ്പ്ലോർ ചെയ്ത് പുതിയ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ കൊടുത്തിട്ടുള്ളായിരുന്നു എഴുതാനും വായിപ്പിക്കാനും എന്തെങ്കിലും വെബ്സൈറ്റ് ഉപയോഗിക്കുക എന്നുള്ളത്. അങ്ങനെയാണ് ഈ ഒരു സൈറ്റ് നമ്മൾ കാണുന്നത്. അതിൽ എഴുത്തുകൊണ്ട് വായനയുണ്ട്. എഴുത്ത് നോക്കുമ്പോൾ എങ്ങനെ ഒരു പുസ്തകം എഴുതാം എന്നുള്ളത് മാത്രമാണ് അതിലുള്ളത്. ക്യാൻവ ഉപയോഗിച്ചിട്ട് AI ടൂൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ എഴുതിപ്പിക്കാം. എന്തായാലും പേനയും പേപ്പറും കൊടുത്തിട്ട് എഴുതാൻ പറഞ്ഞാൽ ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും. അവർക്ക് അതിൽ താല്പര്യം ഉണ്ടാവില്ല. ഇന്നത്തെ കുട്ടികളല്ലേ. AI ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ അവർ പ്ലേജറിസം ചെയ്തു എന്നുള്ളതല്ല, ആക്ച്വലി അവർ ക്രിയേറ്റീവായിട്ട് ഡിസൈൻ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അതിൽ നമ്മൾ 2 കുട്ടികളെ കൊണ്ട് ഒരു ബുക്ക് തന്നെ ചെയ്യിച്ചു. PDF ആണ്. ഈ വെബ്സൈറ്റിൽ അത് അപ്ലോഡ് ചെയ്യാൻ മാത്രമല്ല അതിന് നമുക്ക് റേറ്റ് ഇടാം, അതിനൊരു എമൗണ്ട് വെക്കാം. നമ്മുടെ ആമസോൺ പോലെ തന്നെ പ്ലാറ്റ്ഫോം ആണ്, അത് ആളുകൾക്ക് വാങ്ങാം. അപ്പൊ ഇത് കണ്ടപ്പം മറ്റുള്ള കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ആയി. അപ്പൊ ഞാൻ ടീച്ചേഴ്സിനോട് പറഞ്ഞു, നമുക്ക് എന്തുകൊണ്ട് ഒരു 100 ബുക്ക് ടാർഗറ്റ് ചെയ്തുകൂടാ. ടീച്ചേഴ്സ് വലിയ ഇൻട്രസ്റ്റ് ആയിട്ട് ഏറ്റെടുത്തു. അങ്ങനെയാണ് ഇത് തുടക്കം. 3ാം ക്ലാസ് മുതലുള്ള കുട്ടികളെ ടാർഗറ്റ് ചെയ്തു. അപ്പൊ ശരിക്കും കുട്ടികൾ അതിന് ശരിക്കും ചെയ്തു. ചെറിയ കുട്ടികളൊക്കെ ചെറിയ കഥകളാണ്, പക്ഷെ 4ാം ക്ലാസ് മുതലുള്ള കുട്ടികളൊക്കെ നല്ല ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല വർക്കുകളാണ്. ആ പുസ്തകത്തിന്റെ പ്രകാശനം ഒരു ലെജൻഡാണ് ചെയ്തത് അല്ലേ? അതെ. അത് നോബൽ പ്രൈസ് വിന്നറെ കിട്ടി ഞങ്ങൾക്ക്. സത്യത്തിൽ അതും ഞങ്ങളൊരു ഭാഗ്യം എന്നുള്ള രീതിയിൽ കുട്ടികളാണ് എഴുതിയതെന്നും ഇത് ഇത്രയും കുട്ടികൾ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ് കുട്ടികൾ കാണുന്നത്
ഒരു നോബൽ പ്രൈസ് വിന്നർ അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് പലരും. നമ്മുടെ ഫിലിം സ്റ്റാറിലൊക്കെ അല്ലെങ്കിൽ ഇവിടുത്തെ വലിയ എഴുത്തുകാരൻ, ഞാൻ എഴുത്തുകാരെ കുട്ടികൾക്ക് ഇഷ്ടമല്ല എന്നല്ല പറയുന്നത്, പക്ഷെ എഴുത്തുകാരിലേറെ അവര് ഭയങ്കരമായിട്ട് കാണുന്ന ഒരു നോബൽ പ്രൈസ് വിന്നറെ കൂടെ ഞാൻ നിൽക്കുന്നു അടുത്ത ദിവസം. വീട്ടിൽ പോയിട്ട് പറയണം ഞങ്ങൾ നോബൽ പ്രൈസ് വിന്നർ കൂടെയാണ് നാളെ നിൽക്കുന്നത്. ഞങ്ങളുടെ ബുക്ക് പ്രകാശനം ചെയ്തത് എസ്റ്റർ ഡെഫ്ലോ, അവര് ഫ്രാൻസിലുള്ള നോബൽ പ്രൈസ് വിന്നറാണ്, എക്കണോമിക് സയൻസിൽ. അതെ എക്കണോമിക്സ്. അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കുട്ടികൾക്ക് ശരിക്കും. മാത്രമല്ല ഒരു റെക്കോർഡും കൂടെ പോന്നിട്ടുണ്ട്. എനിക്ക് വെറുതെ തോന്നിയതാണ് ഇതൊരു വേൾഡ് റെക്കോർഡ് ആവാൻ സാധ്യത ഉണ്ടല്ലോ. ഉറപ്പ്. അങ്ങനെയാണ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന് ഞാനൊരു മെയിൽ അയച്ചു. അവരത് പരിശോധിച്ചിട്ട് പറഞ്ഞു സത്യത്തിൽ ഇത് റെക്കോർഡ് വിന്നിങ് ഇവന്റ് ആണ്. അങ്ങനെ ഞങ്ങൾ ഇത് റെക്കോർഡിന് കൊടുത്തു, അവരത് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് സ്കൂളിലേക്ക് വന്നു. ഏറ്റവും കൂടുതൽ ബുക്ക് ഒന്നിച്ച് ഇത്രയും കൂടുതൽ ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന ഏക സ്കൂൾ എന്നുള്ളതാണ് ഞാൻ കിട്ടിയത്. കൺഗ്രാറ്റുലേഷൻസ്. ഈ പുസ്തകം പബ്ലിഷ് ചെയ്തതിനേക്കാൾ കൂടുതൽ ന്യൂ ജനറേഷൻ ഒരു അപ്ഡേറ്റഡ് സ്കൂളിംഗ് എങ്ങനെ കൊടുക്കാമെന്ന് കാണിച്ചു തന്നതിനാണ് കയ്യടി. സത്യം, താങ്ക് യു വെരി മച്ച്. സത്യമാണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിക്കാൻ ആദ്യം ടീച്ചേഴ്സിനെ പ്രാപ്തരാക്കുന്നു. അതുപോലെ തന്നെ ഈ ടെക്നോളജിയും സോഷ്യൽ മീഡിയയും ഒക്കെ ഉപയോഗിച്ചിട്ട് തന്നെ എങ്ങനെ പഠിക്കാമെന്നുള്ളതാണ് ഞങ്ങൾ കുട്ടികളോടും പറയുന്നത്. അവരേതായാലും അത് വേറെ റൂട്ടിൽ പോവുകയാണ്, അതിനെങ്ങനെ നമ്മൾ റീറൂട്ട് ചെയ്ത് ഇങ്ങനെ ചാനലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പരീക്ഷിക്കുന്നത്. ഈ മോഡൽ ഇന്ത്യ മഹാരാജ്യത്തിൽ എല്ലായിടത്തും വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. താങ്ക് യു ഫോർ കോണ്ടാക്ടിങ് അസ്. കയ്യടി 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 എന്നല്ലേ. ന്യൂ ജനറേഷനെ കുറ്റം പറയല്ല, ഇനി ഒരു ഓൾട്ടറേഷൻ ആണ് വേണ്ടത്. പഠിത്തത്തിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും സൊസൈറ്റിയിലാണെങ്കിലും. അതാ ഗുഡ് മോർണിംഗ് മാംഗോ കൂടെ ഞാനാണ് നീന ഓൺ റേഡിയോ മാംഗോ. നാട്ടിലെങ്കും പാട്ടായി.